കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ കെ.ആർ. റജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന ബി.ജെ.പി ഇക്കുറി സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകിയതോടുകൂടിയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് എസ്.എഫ്.ഐയിലൂടെയാണ് റജിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിന് ശേഷം ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക കമ്മിറ്റി ഭാരവാഹിയായും സിപിഐഎം അംഗമായും പ്രവർത്തിച്ചു. പിന്നീട് ഇടതു രാഷ്ട്രീയം വിട്ട റജിൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. യു.ഡി.എഫിന്റെയും ആർ.എം.പി, വെൽഫെയർ തുടങ്ങിയ കക്ഷികളുടെയും പിന്തുണയോടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബി.ഡി.ജെ.എസിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ പ്രവർത്തനത്തിൽ സജീവമായി. പിന്നീട് സംഘടനാ രംഗത്ത് സാന്നിധ്യം അറിയിച്ച റജിൽ നിലവിൽ ബി.ഡി.ജെ.എസിന്റെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റാണ്. കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വ്യാഴാഴ്ച മുതൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് റജിൽ. ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി. എൻ.ഡി.എ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 30,000-നടുത്ത് വോട്ടുകൾ പിടിച്ചിട്ടുള്ളത്. ആ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ എത്രമാത്രം ഉണ്ട്? നമുക്ക് വോട്ട് ശതമാനം നോക്കുമ്പോൾ അതിലും കൂടുതൽ നമുക്ക് പിടിക്കാൻ പറ്റും. ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സര രംഗത്തിലേക്ക് വരുന്നത്. ഇപ്പൊ നല്ലൊരു അനുകൂലമായ ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിജയം. ബി.ജെ.പിയുടെയും ബി.ഡി.ജെ.എസിന്റെയും പ്രവർത്തകർ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കും. ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നും മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും റജിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ പറഞ്ഞ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോ ബി.ജെ.പിയുടെ ഭാഗമാണെങ്കിലും ബി.ഡി.ജെ.എസിന്റെ പ്രവർത്തകർ ഒരുമിച്ച് ഒറ്റതില് 100% വിജയം തന്നെയാണ്. ഈ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഉള്ളത്. ആ ഒരു അന്തരീക്ഷം കണക്കിലെടുത്താൽ ഇവിടെ എന്തായാലും വിജയിക്കും. അതിനുവേണ്ടി ഒറ്റക്കെട്ടോടെ ഇവിടെ പ്രവർത്തിക്കും. എസ്.എൻ.ഡി.പി യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ റജിൽ സമുദായ സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ സജീവ സാന്നിധ്യമാണ്. കൂടാതെ യുവ വ്യവസായി കൂടിയായ റജിൽ രാഷ്ട്രീയത്തിനതീതമായുള്ള സൗഹൃദം തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്.